ഞാൻ ഇന്ന് വരെ പോലീസ് കയറിയിട്ടില്ല. അതിൻ്റെ ഭർത്താവ് ചൂടായി ആ സാധനം ഞാൻ തന്നെ കട്ട് എൻ്റെ ശരീരഭാഗത്ത് എവിടെയോ ഒളിപ്പിച്ച് ഞാൻ വെച്ചിരിക്കുന്നു എന്നാണ് അവർ അവിടെ സംസാരിച്ചത്. ഞാൻ വിഷമിച്ച് അത്രയും 2 പെൺമക്കളുടെ അമ്മയാണ് ഞാൻ. അപ്പോഴും ഞാൻ പറയുന്നത് എന്നെ കള്ളത്തിന് പിടിക്കല്ലേ, ഞാൻ അങ്ങനെ കേൾക്കൂല. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇതിനെതിരെ നടപടി ഉണ്ടാകണം. ഹരിതകർമ്മസേന അംഗത്തിനെതിരെ വ്യാജ പരാതി നൽകിയതായി ആക്ഷേപം. ഈ വിഷയത്തിൽ ഇടപെട്ട് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യാജ പരാതി നൽകിയവർക്കെതിരെ പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ തീരുമാനിച്ചു. സ്വർണ്ണാഭരണം മോഷ്ടിച്ചതായി ആരോപിച്ച് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് ആൽത്തറമൂടിലെ ഒരു വീട്ടുടമ ഹരിതകർമ്മ സേനാംഗത്തിനെതിരെയാണ് ചിറയൻകീഴ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം മാലിന്യം ശേഖരിക്കുന്നതിനായി പരാതിക്കാരിയുടെ വീട്ടിൽ ഹരിതകർമ്മ സേനാംഗം പോയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചതായി ആരോപിച്ച് ചിറയൻകീഴ് പോലീസിൽ ഇവർ പരാതി നൽകുകയായിരുന്നു. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പരാതി നൽകിയവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഇരുവരെയും പോലീസ് മടക്കി അയച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്റ്റേഷനിൽ കയറാത്ത തനിക്ക് ഈ സംഭവം ഏറെ പ്രയാസമുണ്ടാക്കിയതായി ആരോപണ വിധേയയായ ഹരിതകർമ്മ സേനാംഗം പറയുന്നു. ഞാൻ ഇന്ന് വരെ പോലീസ് കയറിയിട്ടില്ല. 5 മണിയാകുമ്പോൾ എന്നെ പോലീസ് വിളിച്ചപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് ഞാൻ ആ സാധനം എടുത്തിട്ടില്ല സാറേ, അതെവിടെയെങ്കിലും വെച്ച് മറന്ന് കാണും, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് അത് നമുക്ക് ക്ലിയർ ചെയ്യണം, പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സത്യാവസ്ഥ ഞാൻ പറയുന്നു. ഞാൻ നടന്ന കാര്യം പറഞ്ഞ് പ്ലാസ്റ്റിക് എടുത്ത് കൊച്ച് 2ാമത് വിളിച്ച് അതിൻ്റെ അച്ഛൻ്റെ മുമ്പായിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് തട്ടിയിട്ട് അക്കിൽ കയറ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ് മുകളിലൊരു ചാക്ക് ഇവിടെ ഇരിക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞ് പോയി എടുത്തുകൊണ്ട് വന്ന് ബില്ലെഴുതി കൊടുത്ത് ഞാൻ ആ വീട്ടിൽ 10 മിനിറ്റ് നേരം നിന്ന് എന്ന് ഞാൻ പോലീസുകാരുടെ അടുത്ത് പറയുന്നു. എൻ്റെ നിരപരാധിത്വം പോലീസുകാർക്ക് മനസ്സിലാവുകയും എനിക്ക് എതിരായിട്ട് സംസാരിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഭർത്താവ് ചൂടായി ആ സാധനം ഞാൻ തന്നെ കട്ട് എൻ്റെ ശരീരഭാഗത്ത് എവിടെയോ ഒളിപ്പിച്ച് ഞാൻ വെച്ചിരിക്കുന്നു എന്നാണ് അവർ അവിടെ സംസാരിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞ് CA വന്നിട്ട് നമുക്കിതിന് ഒരു സംസാരിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോയാൽ മതിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഞാൻ 1 മണിക്കൂർ അടുപ്പിച്ച് അവിടെ ഇരുന്ന്. അപ്പോൾ CA സാർ വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേറൊരു വഴിയില്ല. ഞാൻ ആലോചിച്ചപ്പോൾ തൊട്ടിപ്പുറത്ത് ഷോറൂമിൽ CCTV ക്യാമറ ഉണ്ട്. അങ്ങനെ ഞാൻ അത് അങ്ങോട്ട് പറഞ്ഞ് CCTV അവിടെ ഉണ്ട് സാറേ, എനിക്ക് വേറൊരു ഇതുമില്ല എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ. അത് സാറ് പരിശോധിച്ച് ഞാൻ ആ വീട്ടിൽ കയറിയിട്ടുണ്ടോ, അത് ഈ സാധനം എടുത്തിട്ടുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അങ്കിൽ പിറ്റേന്ന് രാവിലെ SIയുടെ അടുത്ത് പറഞ്ഞു രാവിലെ ചെന്ന് CCTV ചെക്ക് ചെയ്തിട്ട് എന്തെന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം, ഇപ്പം 2 പേരും വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിഷമിച്ച് അത്രയും 2 പെൺമക്കളുടെ അമ്മയാണ് ഞാൻ. അപ്പോഴും ഞാൻ പറയുന്നത് എന്നെ കള്ളത്തിന് പിടിക്കല്ലേ, ഞാൻ അങ്ങനെ കേൾക്കൂല. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ പോയി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണാം ഫോൺ കോൾ വരുന്നത് സാധനം കിട്ടിയെന്ന്. എന്നിട്ട് ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ അവരെ അറിയിച്ചിട്ടില്ല സാധനം കിട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എനിക്കിതിനെതിരെ നടപടി ഉണ്ടാകണം. എന്നാൽ ഇതിനിടെ സ്വർണ്ണാഭരണം കാണാതായ വീട്ടിൽ നിന്ന് തന്നെ ഇവ കണ്ടെത്തിയതായി പരാതിക്കാരെ അറിയിച്ചതായും വ്യാജ പരാതി നൽകിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മുരളി തലസ്ഥാന വാർത്തകളോട് പ്രതികരിച്ചു. അത് കഴിഞ്ഞ് രാത്രി 8 മണിയായപ്പോൾ മോതിരവും വളയും അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അവിടുത്തെ വാർഡ് മെമ്പറേയും ഹരിതകർമ്മ സേനാംഗത്തിനെയും വിളിച്ച് പറയുകയുണ്ടായി. ഇത് ഈ ഹരിതകർമ്മ സേനാംഗം എന്നുള്ള നിലയിൽ മാത്രമല്ല പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന മാനസികമായ ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാര്യം അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും മാനനഷ്ട കേസും ഫയൽ ചെയ്യുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. തലസ്ഥാന വാർത്തകൾ ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.